നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും പണം നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലേ? അല്ലെങ്കിൽ പണം വരാൻ വലിയ പ്രയാസം നേരിടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. പണം എന്നത് വെറും ഒരു കടലാസ് കഷ്ണമല്ല, അതൊരു എനർജിയാണ്. നമസ്കാരം, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു മണി മാഗ്നറ്റ് ആകാം എന്നതിനെ കുറിച്ചാണ്. അതായത് പണത്തെ കാന്തിക ശക്തി പോലെ നമ്മളിലേക്ക് എങ്ങനെ ആകർഷിക്കാം എന്നതാണ്. വീഡിയോയുടെ അവസാനം വരെ കാണുക. കാരണം പണം സമ്പാദിക്കുന്നതിനേക്കാൾ അത് ആകർഷിക്കുന്നതിലാണ് കാര്യം. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ്. ആദ്യമായി നമുക്ക് വേണ്ടത് നമ്മുടെ ചിന്താഗതി മാറ്റുക എന്നതാണ്. മിക്ക ആളുകളും പറയുന്നത് എൻ്റെ കയ്യിൽ പണമില്ല, പണമുണ്ടാക്കാൻ ഭയങ്കര പാടാണ് എന്നൊക്കെയാണ്, അല്ലേ? ഇതിനെ സ്കെയർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നു, ദൗർലഭ്യ മനോഭാവം. ഇതിനു പകരമേ ഇല്ല ഇല്ല എന്ന് പറയുന്നതിനു പകരം അബണ്ടൻ മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലോകത്ത് ആവശ്യത്തിന് പണമുണ്ട്, അല്ലേ? അത് നമുക്കും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. പണത്തെ സ്നേഹിക്കുക, പണത്തെ ബഹുമാനിക്കുക, അതിനെ ഭയപ്പെടാതിരിക്കുക. ഇതിന്റെയൊക്കെ താക്കോല് വിശ്വാസമാണ്. പിന്നെ ചില ആളുകളുണ്ട്, ഒരുപാട് പണം കയ്യിലേക്ക് വരുമ്പോൾ പേടിയാണ്, ഇതെന്ത് ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും പണത്തെ ഭയപ്പെടരുത്. പോയിന്റ് നമ്പർ 2, ദ പവർ ഓഫ് അഫർമേഷൻ. നമ്മുടെ ഉപബോധ മനസ്സിനെ ശീലിപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. നമ്മൾ ഉറങ്ങുന്നതിനു മുൻപും എഴുന്നേറ്റ ഉടനെയും ചെയ്യേണ്ട ചില അഫർമേഷൻസ് ഉണ്ട്. ഞാൻ ഒരു മണി മാഗ്നറ്റ് ആണ്. പണം എന്നിലേക്ക് പല വഴികളിലൂടെ ഒഴുകി വരുന്നു. പണം കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം. റിപ്പീറ്റായിട്ട് പറയാം, ഞാനൊരു മണി മാഗ്നറ്റ് ആണ്. പണം എന്നിലേക്ക് പല വഴികളിലൂടെ ഒഴുകി വരുന്നു. പണം കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പണം വരാനുള്ള അവസരങ്ങൾ കണ്ടെത്താൻ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചില ആളുകൾ പറയും, പണം ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ലല്ലോ, അല്ലേ എന്നല്ലേ? അല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ ലോകത്തിന് എന്ത് നൽകുന്നുവോ അതിനുള്ള പ്രതിഫലമാണ് പണം. നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ പണം ജനിക്കുന്നു. ഈ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ നമ്മൾ മൂല്യമുള്ളൊരു വ്യക്തിയാകുക വേണ്ടത്. നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുക. പിന്നെ പണത്തെ ബഹുമാനിക്കാൻ പഠിക്കണം. ചില ആളുകൾക്ക് പണത്തിനോട് യാതൊരു ബഹുമാനം ഉണ്ടാവില്ല, അല്ലേ? പണം നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ പണത്തെ ബഹുമാനിക്കണം. നമുക്ക് കിട്ടുന്ന പണം എങ്ങനെ ചെലവാക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. പണം വലിച്ചെറിയാതെ വൃത്തിയായി പേഴ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ വരുമാനവും ചെലവും കൃത്യമായി എഴുതി വെക്കുക. പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ കൂടുതൽ പണം നിങ്ങളെ തേടി വരും. ചുരുക്കത്തിൽ പണം എന്നത് നിങ്ങൾ ഓടിപ്പിടിക്കേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ഒന്നാണ്. പോസിറ്റീവായി ചിന്തിക്കുക. പണം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. നമ്മുടെ ചാനലിൽ മണി അഫർമേഷൻ കിടക്കുന്നുണ്ട്. ഡെയിലി പറ്റുന്ന ആളുകളെല്ലാം അത് കേൾക്കുക, അതിനോടൊപ്പം ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പണത്തോടുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.